ദിനവൃത്താന്തം 2-ാം പുസ്തകം അധ്യായം 15. അനന്തരം അസൂറിന്റെ മകനായ അസര്യായുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവൻ ആസയെ എതിരേറ്റ് അവനോട് പറഞ്ഞു, ആസയും എല്ലാ യഹൂദ്യരും ബെന്യാമീന്യരുമായവരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങൾ കർത്താവിൻ്റെ കൂടെയിരിക്കുന്ന കാലമെല്ലാം അവൻ നിങ്ങളോടുകൂടെയിരിക്കും. അവനെ അന്വേഷിക്കുന്നു എങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നു എങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. ഇസ്രായേൽ ഇപ്പോൾ ബഹുകാലമായി സത്യദൈവവും ഉപദേശിക്കുന്ന പുരോഹിതൻ ന്യായപ്രമാണവും ഇല്ലാതിരിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ ദുരിതത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിങ്കലേക്ക് തിരിഞ്ഞു. അവനെ അന്വേഷിച്ചപ്പോൾ അവർ അവനെ കണ്ടെത്തി. ആദ്യകാലത്ത് അവർ ദൈവത്തെ ഭയപ്പെടാതിരുന്നതിനാൽ സമാധാനമില്ലായിരുന്നു. ദേശനിവാസികൾക്കെല്ലാം ആപത്ത് സംഭവിച്ചു. ദൈവം അവരെ സകലവിധ ദുരിതങ്ങളാലും പീഡിപ്പിച്ചതുകൊണ്ട് പരസ്പരവും ജാതി ജാതിയെയും പട്ടണം പട്ടണത്തെയും തകർത്തു കളഞ്ഞു. നാം നമ്മുടെ പ്രവാചകന്മാരുടെ ശബ്ദം കേൾക്കുവാൻ മനസ്സില്ലാതെയിരുന്നു. നമ്മുടെ പ്രവൃത്തിക്കനുസരണം ദൈവം നമ്മോട് പ്രതികാരം ചെയ്തു. ആസ ഈ വാക്കുകളും ഓദേദ് പ്രവാചകന്റെ പ്രവചനവും കേട്ടപ്പോൾ ധൈര്യപ്പെട്ടു. യഹൂദയുടെയും ബെന്യാമീന്റെയും ദേശത്തിനു നിന്നെല്ലാം എഫ്രായിം മലനാട്ടിൽ അവനും പിടിച്ചിരുന്ന പട്ടണങ്ങളിൽ നിന്ന് അശുദ്ധ വിഗ്രഹങ്ങൾ നീക്കിക്കളയുകയും കർത്താവിൻ്റെ മണ്ഡപത്തിൽ മുമ്പിലുള്ള കർത്താവിൻ്റെ യാഗപീഠം നവീകരിക്കുകയും ചെയ്തു. അവൻ എല്ലാ യഹൂദ്യരെയും ബെന്യാമീന്യരെയും എഫ്രായീമിൽ നിന്നും മനശ്ശെയിൽ നിന്നും ഷിമെയോനിൽ നിന്നും അവരുടെ അടുക്കൽ വന്നു പാർക്കുന്നവരെയും വിളിച്ചു വരുത്തി. അവൻ്റെ ദൈവമായ കർത്താവ് അവനോട് കൂടെയുണ്ട് എന്ന് കണ്ട് ഇസ്രായേലിൽ നിന്ന് അനേകർ വന്ന് അവനോട് ചേർന്നു. അവർ ആസയുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ 3-ാം മാസത്തിൽ യെരൂശലേമിൽ വന്നുകൂടി. തങ്ങൾ കൊണ്ടുവന്ന കൊള്ളയിൽ നിന്ന് അവർ 700 കാളയെയും 7000 ആടിനെയും അന്ന് കർത്താവിന് യാഗം കഴിച്ചു. പിന്നെ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി പ്രാർത്ഥിച്ചു കൊള്ളണമെന്നും ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് അപേക്ഷിക്കാത്തവർ മരണശിക്ഷ അനുഭവിക്കണമെന്നും ഒരു നിയമം ചെയ്തു. അവർ മഹാഘോഷത്തോടെ ആർത്തു. കാഹളങ്ങളും കുഴലുകളും ഊതി കർത്താവിനോട് സത്യം ചെയ്തു. എല്ലാ യഹൂദ്യരും അവർ പൂർണ്ണ ഹൃദയത്തോടെ സത്യം ചെയ്തു പൂർണ്ണ താല്പര്യത്തോടുകൂടി അവനോട് ഉപേക്ഷിച്ചതുകൊണ്ട് അവർ അവനെ കണ്ടെത്തുകയും കർത്താവ് അവർക്ക് ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് വിശ്രമം നൽകുകയും ചെയ്തു. ആസ രാജാവ് തൻ്റെ അമ്മയായ മയഖയെ, അവൾ അശേരയ്ക്ക് ഒരു അശുദ്ധ വിഗ്രഹം ഉണ്ടാക്കിയിരുന്നതുകൊണ്ട് രാജ്ഞി സ്ഥാനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവളുടെ അശുദ്ധ വിഗ്രഹം ആസ വെട്ടിത്തകർത്തു കെദ്രോൻ തോട്ടിങ്കൽ ചുട്ടുകളഞ്ഞു. എന്നാൽ പൂജാഗിരികൾക്ക് ഇസ്രായേലിൽ നീക്കം വന്നില്ല. എങ്കിലും ആസയുടെ ഹൃദയം അവൻ്റെ ജീവകാലമെല്ലാം ദൈവമായ കർത്താവിനോട് ഭക്തിയുള്ളതായിരുന്നു. വെള്ളി പൊന്നു ഉപകരണങ്ങൾ എന്നിങ്ങനെ തൻ്റെ പിതാവ് നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചതുമായ പൊന്നും വെള്ളിയും വസ്തുക്കൾ അവൻ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നു. ആസയുടെ വാഴ്ചയുടെ 35-ാം സംവത്സരം പിന്നെയും
ശബ്ദമുണ്ടായി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.